നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് കീ ചെയിൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 3 കീ ചെയിൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് കീ ചെയിൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കീ ചെയിൻ നമുക്ക് കാർഡ്ബോർഡ് യാണും മാത്രം മതി. ആദ്യം നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ യാണിങ്ങനെ ചുറ്റി കൊടുക്കണം. പിന്നെ ഈ എല്ലാ കീ ചെയിനും വേണ്ട സാധനം എന്ന് വെച്ചാൽ മെയിനായിട്ട് കീ റിങ്ങോ അല്ലെങ്കിൽ കീ ചെയിൻ റിങ്ങോ വേണം. ആ റിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും പഴയ കീ ചെയിൻ്റെ കൂടെ കാണും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റീൽ വയർ വെച്ച് റോൾ ചെയ്ത് ആ ഒരു റിങ്ങിൻ്റെ ഷേപ്പിലാക്കിയോ അല്ലെങ്കിൽ ത്രെഡ് വെച്ച് കണക്ട് ചെയ്യുകയോ ചെയ്യാം. ഈ വീഡിയോ കാണിക്കുന്ന എല്ലാ ക്രാഫ്റ്റുകളും ഞാൻ ഷോർട്സിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കാണണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് കീ ചെയിൻ തീരാറായി. ഇത് ജസ്റ്റ് ചുറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ. ചുറ്റിയ ശേഷം ടേപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ അപ്പുറത്തെ സൈഡും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഈ കീ ചെയിനൊക്കെ ഇതിൽ 2 കീ ചെയിൻ ഞാൻ ബാഗിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കീ ചെയിൻ എൻ്റെ പൗച്ചിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീരാറായപ്പോഴേക്കും ഞാൻ പകുതി വരെയായി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ബാക്കിയും കൂടെ ചെയ്തിട്ട് വന്നു. ഇനി ഇതാണ് നമ്മുടെ കീ റിങ്. ഇത് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഹുക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഹുക്ക് ചെയ്തിട്ടൊരു ബാഗിലാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയുണ്ട്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. പിന്നെ നമ്മുടെ സെക്കൻഡ് കീ ചെയിൻ. ഇത് എനിക്ക് ബോ കീ ചെയിനാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കട്ടിയുള്ള ഒരു സ്ട്രിങ് ആണ് എടുത്തത്. സ്ട്രിങ്ങിന് പകരം നിങ്ങൾ സ്റ്റീൽ വയർ എടുത്താൽ അത്രയും നല്ലത്. കട്ടിയുള്ള എന്തെങ്കിലും വേണം. ഇപ്പോൾ ത്രെഡ് ആയാൽ പോലും അത് അത്ര നല്ലോണം ഇരിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ കട്ടിയുള്ള സ്ട്രിങ് എടുക്കണം. ഞാൻ ഇവിടെ ഒരു കട്ടിയുള്ള സ്ട്രിങ് എടുത്ത് സ്റ്റേഡി ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ബീഡ്സ് ത്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബീഡ്സ് ത്രെഡ് ചെയ്യാം. വലുതോ ചെറുതോ എങ്ങനെ വേണമെങ്കിലും ത്രെഡ് ചെയ്യാം. ഞാൻ ഇവിടെ എൻ്റെ കയ്യിലിരുന്ന ഒരു ബീഡ്സാണ് ഞാൻ ത്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ത്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ജസ്റ്റ് സാധാ പോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എൻ്റെ കയ്യിലുള്ള ബീഡ്സ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിസൈൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ഉള്ള ബീഡ്സ് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്ററുള്ള ബീഡ്സ് എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഫസ്റ്റ് ത്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് നമുക്ക് കീ ചെയിൻ റിങ് വേണം. നമ്മൾ കീ ചെയിൻ ഉണ്ടാക്കുമല്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇതിന് വേണ്ടി ഒരു കീ ചെയിൻ റിങ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിന് ശരിക്കും എൻ്റെ കയ്യിൽ നിന്നൊരു സ്റ്റീൽ വയർ ഷേപ്പ് ആക്കി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇത് നമ്മുടെ സാധാ ബ്രേസ്ലെറ്റ് കെട്ടുന്ന പോലെ തന്നെ. ഞാൻ കെട്ടുന്നതെല്ലാം നിങ്ങൾ 2 പ്രാവശ്യം കെട്ടണം. കാരണം ടൈറ്റായിട്ടിരിക്കണം നമുക്ക്. ഞാൻ പിന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ബോയുടെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോയുടെ ഷേപ്പ് നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കണം. എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്കൊരു ബ്രേസ്ലെറ്റ് പോലെ ആയല്ലോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 8ൻ്റെ ഷേപ്പാവും. എന്നിട്ട് നമ്മളിതങ്ങനെ കെട്ടിക്കൊടുക്കണം. കുറേ പ്രാവശ്യം ചുറ്റണം. ചുറ്റി അവസാനം തീരാറാകുമ്പോഴേക്കും നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം. പിന്നെ നമ്മുടെ അതിൻ്റെ തന്നെ എക്സ്ട്രാ സ്ട്രിങ് കാണുമല്ലോ, ആ സ്ട്രിങ്ങിൽ ഞാൻ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോ പോലെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ടൈപ്പ് ബീഡ്സ് ആഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് കളർ വ്യത്യാസമുള്ള ബീഡ്സാണ് ആഡ് ചെയ്ത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സ്റ്റീൽ റിങ്. എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള ഇല്ലാത്തതുകൊണ്ട് ഇത് വയർ വെച്ചാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ചെയ്യാം. പിന്നെ ഈ വീഡിയോയും യൂട്യൂബ് ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണണം. അപ്പോൾ ഞാനിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ എൻ്റെ ബാഗിലേക്ക് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നല്ല അവസാനം എൻഡ് റിസൾട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചേക്കാട്ടി എൻ്റെ എക്സ്പെക്റ്റേഷൻസിന് മേളിലായിരുന്നു ഇതിൻ്റെ അകത്തുള്ള എല്ലാ കീ ചെയിനും. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതും ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. 2 കീ ചെയിനും എൻ്റെ ബാഗിൽ ഞാൻ ഇട്ട് കൊടുത്തു. നല്ല രസമുണ്ട്, നല്ല മാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 3rd കീ ചെയിൻ നോക്കാം. ഈ കീ ചെയിനിൽ എനിക്ക് പ്രത്യേകിച്ച് പാടായിട്ടൊന്നും ചെയ്യേണ്ടെന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴും ഞാൻ പാടായിട്ട് ചെയ്ത് എനിക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു ബീച്ച് ചാമാണ് ഉണ്ടാക്കാൻ നോക്കിയത്. എൻ്റെ കയ്യിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പേർപ്പിൾ തീം ബീഡ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ സ്ട്രിങ് വെച്ച് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മുടെ നെക്ലസിൻ്റെയൊക്കെ ചെയിൻ ഇല്ലേ, എന്തെങ്കിലും ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും നമ്മുടെ റിങ് തന്നെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ട് വന്നു. അപ്പോൾ എല്ലാ വീഡിയോസും യൂട്യൂബ് ഷോർട്സിലുണ്ട്. അപ്പോൾ നോക്കാം.